തൃശൂരിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ഉപാധിയുമായി വിമതർ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും എന്നാൽ DCA പ്രസിഡന്റിനെ മാറ്റണമെന്നുമാണ് ഉപാധി. DCC അധ്യക്ഷനെ പിഴവുണ്ടായതായി KPCCയെ ബോധ്യപ്പെടുത്തിയെന്ന് വിമത നേതാവ് TN ചന്ദ്രൻ ഉൾപ്പെടെ വ്യക്തമാക്കുന്നു. തനിക്കെതിരെയുള്ളത് പുറത്തു പോകുന്നവന്റെ ആവശ്യമെന്നാണ് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റിന്റെ പ്രതികരണം. സൂരജ് സജി നമ്മോടൊപ്പം ഉണ്ട്. പറയൂ സൂരജ്. KPCC നേതൃത്വത്തിന് മുന്നിലാണ് ഇപ്പോൾ മറ്റത്തൂരിലെ വിമതപക്ഷം ചില ഉപാധികൾ മുന്നോട്ട് വെച്ചത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഉപാധികളാണ് ഇപ്പോൾ ഈ KPCC നേതൃത്വത്തിന് മുന്നിലേക്ക് വച്ചിരിക്കുന്നത്. അതിന് പിന്നിലെ ലക്ഷ്യമെന്ത് എന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ ഈ ഉപാധികൾ അംഗീകരിക്കാതാകുന്നതോടുകൂടി തങ്ങൾ രാജിവെക്കില്ല എന്നൊരു നിലപാടിലേക്ക് ഈ വിമതപക്ഷത്തിന് എത്തുന്നതിന് വേണ്ടിയാണോ ഇത്തരം ഉപാധികൾ KPCC നേതൃത്വത്തിന് മുന്നിൽ സമർപ്പിച്ചത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇവർ ഇതിൽ പ്രധാനമായും മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒന്ന്, ഈ സസ്പെൻഡ് ചെയ്ത, അതായത് 8 വാർഡ് മെമ്പർമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ TM ചന്ദ്രൻ DCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതോടൊപ്പം തന്നെ ഷാഫി കല്ലൂപ്പറമ്പിൽ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. ഈ ഷാഫിയെയും അതോടൊപ്പം തന്നെ TM ചന്ദ്രനെയും 8 വാർഡ് മെമ്പർമാരെയും തിരിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ DCC അധ്യക്ഷന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. DCC അധ്യക്ഷനായിട്ടുള്ള ജോസഫ് ടാജറ്റിനെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന വിചിത്ര ഉപാധി മുന്നോട്ട് വെക്കുന്നു. അതോടൊപ്പം തന്നെ KPCCയുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് കൂടി ആവശ്യപ്പെടുകയാണ്. സ്വാഭാവികമായും DCC അധ്യക്ഷനെയൊക്കെ മാറ്റുക എന്നത് അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. അത്തരം ഉപാധികളാണ് ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് DCC അധ്യക്ഷന്റെ പ്രതികരണം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പുറത്താക്കപ്പെട്ടവർ ഏത് തരത്തിലുള്ള ഉപാധിയും മുന്നോട്ട് വയ്ക്കും, അത് ഗൗരവമായി എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ജോസഫ് ടാജറ്റ് പറയുന്നത്. അവിടെ പാർട്ടി സ്വീകരിച്ചത് കൃത്യമായ നിലപാടാണ്. ഒരു തരത്തിലും വർഗീയ കക്ഷികളുമായി കൂട്ടുചേരരുത് എന്നുള്ളത് KPCCയുടെ മാനദണ്ഡമായി നേരത്തെ തന്നെ പുറത്തിറക്കിയതാണ്. അത് ലംഘിച്ചവർക്കെതിരെയുള്ള നടപടിയാണ് DCC സ്വീകരിച്ചതെന്ന് കൂടി ടാജറ്റ് വ്യക്തമാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.